അള്ളാഹുവിൻ്റെതാകുന്ന മഹത്തുക്കളെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനം. അള്ളാഹു എന്താണ്, അവൻ ആരാണ്, അവന്റെ അസ്തിത്വം എന്താണ്, അവന്റെ ഇനിഷ്യലുകൾ എന്താണെന്ന് വ്യക്തമായി വരച്ചു കാട്ടുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്ന ആളുകളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനമാണോ എന്ന് പറയരുതേ. കാരണം ഇവിടെ എത്രയോ വലിയ വലിയ സ്ഥാപനങ്ങൾ പഠിച്ചതാകുന്ന ആളുകൾ, വലിയൊരു ബാഖിയാത്ത് സാലിഹാത്തിൽ നിന്ന് ബിരുദത്തിന് വേണ്ടി ചേർന്നതാകുന്ന ആളുകൾ പോലും മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് 3 വഖത്തുള്ള നമസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിലകൊണ്ട ആളുകളുണ്ട്. ഈ കേരള മണ്ണിൽ പോലും അവരെ കാണാതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളെ വർത്തമാനങ്ങളുടെ ജൽപ്പനങ്ങളുടെ ആളുകളുടെ ഭർത്താക്കളുടെ വർത്തമാനങ്ങൾ മുഖവിലേക്കെടുക്കരുതേ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹുവാണ്. അവന്റെ ജലാലത്തിന്റെ ഇസ്മിൽ തന്നെയാണ് ഈ ലോകം നിലകൊള്ളുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലോകം അവസാനിക്കില്ല സഹാബ, ലാ തഖൂമു സഅ ഇല്ലാ ഈ ലോകത്ത് നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സാബ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും തുടർത്തി പറയുകയാണ്, ലാ തഖൂമു സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സാബ, ഈ ലോകം അവസാനിക്കില്ല സാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ അവസാനം അല്ലാഹ് എന്ന് പറയുന്ന വചനം ഈ ലോകത്ത് നിന്ന് എടുത്തുയർത്തപ്പെടുന്ന സമയമെന്നാണ് അന്ന് ഈ ലോകത്തിന്റെ പര്യവസാനമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഇന്നും നിലക്കാത്ത ബാങ്കുവിളികളുമായി ലോകം കടന്നു പോകുന്നത്, ഇന്നും നിലക്കാത്ത ഇഖാമത്തുമായി ജനങ്ങൾ കടന്നു പോകുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോ അവന്റെ കാതിൽ കേൾപ്പിക്കുന്നതും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും അവനെ മുൻനിർത്തിക്കൊണ്ട് തക്ബീർ ചൊല്ലുകയാണ്, അല്ലാഹു അക്ബർ. നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അവനെ ഖബറിലേക്ക് ഇറക്കുകയാണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. അല്ലാഹ് എന്ന വചനം കേട്ടുകൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് ജനിക്കരുതേ, ഈ ലോകത്തേക്ക് പിറവിയെടുക്കരുതേ, ഈ ലോകത്ത് നിന്ന് വിട പറയലും വരുതേ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന വചനം അവസാനിപ്പിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് വലിയ കൂലിയാണ്, ഉന്നതമായ സ്വർഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കി ജീവിക്കണേ. മതനിരാസത്തിന്റെ വക്താക്കൾ കൂടി വരുന്ന കാലമാണ്, ലിബറലിസത്തിന്റെ വാദം കൂടി വരുന്ന കാലഘട്ടമാണ്. സ്വതന്ത്രരായി ജീവിക്കണം, ഞങ്ങൾക്ക് പറന്നു നടക്കണമെന്ന് പറയുന്നതായ മക്കളുള്ള കാലഘട്ടമാണ്. അതിനുവേണ്ടി ചെറിയ മക്കൾക്ക് സമ്പത്ത് കൊടുത്ത്, മൊബൈൽ ഫോൺ കൊടുത്ത്, വീട് കൊടുത്ത്, കാറ് കൊടുത്ത്, പെണ്ണ് കൊടുത്ത്, എന്തെല്ലാം കൊടുത്തുകൊണ്ട് ജനങ്ങളെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമോ? അതിന്റെ പ്രവർത്തനങ്ങളുമായി ഒരു ഭാഗത്ത് മതനിരാസത്തിന്റെ വക്താക്കൾ നിലകൊള്ളുമ്പോ ചെറിയ മക്കൾ പെട്ടുപോവുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കൾ അതേ കാക്കണേ അല്ലാഹ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാൻ കിട്ടുക എന്നുള്ളതല്ല കാര്യം, ആ ഈമാൻ പോകാതെ മുറുകെ പിടിക്കലാണ് കാര്യം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം, ഞങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് നയിച്ചതിനു ശേഷം ഇതൊരു സാധാരണ പാന്താവല്ല എന്ന് വ്യക്തമായി തിരിച്ചറിവുള്ളവരാണ് ഞങ്ങൾ. ആദം നബി അലൈഹിസ്സലാം മുതൽ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 അംബിയാ മുർസലീങ്ങൾ ചേർത്ത് പിടിച്ചതാകുന്ന തൗഹീദിന്റേതാകുന്ന ഭാഗമാണ്. ശേഷം കടന്നു വന്നത് മുഴുവനും ഇമാമിങ്ങളാണ്, അയിമ്മത്തുകളാണ്.
താബിഈങ്ങളാണ്, തബഉ താബിഈങ്ങളാണ്, അഇമ്മത്തുകളാണ്, ഔലിയാക്കളാണ്. വഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഖവാജ മുഈനുദ്ദീൻ നിസ്സിൽ അജ്മീരി തങ്ങളും ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളും മമ്പുറം തങ്ങളും സിഎം വലിയുള്ള അടക്കമുള്ള മഹാന്മാര് ചേർത്ത് വെച്ചതാകുന്ന ദീനാണ്. ഇത് മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. യുദ്ധത്തിലേക്ക് ഇറങ്ങിയതാകുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഇതാ വെട്ടുകയാണ്. 21 വയസ്സുള്ളതാകുന്ന ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോ മക്കയിൽ നിന്ന് ഈ ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരാണ്. 3 വർഷത്തിന് ശേഷം വീണ്ടും മക്കയിലേക്ക് വന്നു. അപ്പോഴും മക്ക പഴയ സ്ഥിതി തന്നെയാണ്. അക്രമമാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും 7 വർഷം ഹബശയിൽ പോയി പലായനം നടത്തുകയാണ്. എത്യോപ്യയിൽ ജീവിക്കുകയാണ്. 10 വർഷത്തിനു ശേഷം 33ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരുകയാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനോട് പറയുന്നു, ഇറങ്ങി തിരിച്ചത് ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു ആണ്. 33കാരനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് 3 പേരെ ക്യാപ്റ്റനാക്കിയ പ്രമുഖനാണ്. യുദ്ധത്തിൽ പരിശുദ്ധ പ്രവാചകൻ കൊടുത്തതാകുന്ന കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട്, വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലും ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചതാകുന്ന തൗഹീദ് നിലനിർത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾക്കെതിരിൽ അടരാടുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടിമാറ്റുകയാണ്. ഉടനെ തന്നെ നിലത്ത് വീണതാകുന്ന കൊടി ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശത്രുക്കളുടെ വലത് കൈ വെട്ടേറ്റ് പുറത്തേക്ക് ഉന്തി നിൽക്കുമ്പോൾ ഊങ്ങിക്കിടക്കുന്നതാകുന്ന കൈ തനിക്ക് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയവർ ഇടത് കാലുകൊണ്ട് കൈ ചവിട്ടി പിടിച്ചിട്ട് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് മാറ്റുകയാണ്. രക്തം വാർന്നൊലിക്കുകയാണ്. ഇടത് കയ്യിൽ പിടിച്ചതാകുന്ന പതാകയുമായി, ഏത് പതാകയാണ്? ആദം നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും സാലിഹ് നബി അലൈഹിസ്സലാമും ഹൂദ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും സക്കരിയ നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം വരുന്നതാകുന്ന സ്വഹാബത്ത് ചേർത്ത് വെച്ചതാകുന്ന അമ്പിയാക്കൾ ചേർത്ത് വെച്ചതാകുന്നതായ പതാക ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് തൗഹീദ് നിലനിർത്താൻ വേണ്ടി ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾക്കെതിരേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും യുദ്ധം വല്ലാതെ കൊടുമ്പിരി കൊള്ളുകയാണ്. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടിമാറ്റുന്ന നേരം ബഹുമാനപ്പെട്ടവർ തന്റേതാകുന്ന കൊടി തന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ തോളം കൈയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കയ്യിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. 33കാരനായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതാകുന്ന ചെറുപ്പക്കാരനാകുന്ന യുവകോമളനാകുന്ന ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ആദരവായ പ്രവാചകനെ പറയുകയാണ്, സഅബ വഹുവ യതീറു ഫിൽ ജന്നാ കമാ തതീറു ത്വയ്റു ഫിൽ ഹവാ. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതാ സ്വർഗ്ഗത്തിൽ പറന്ന് നടക്കുകയാണ്. സഅബ, ഏതുപോലെ ഈ ദുനിയാവിൽ പക്ഷികൾ പറന്ന് നടക്കുന്നത് കണ്ടില്ലയോ? അദ്ദേഹത്തിന് 2 ചിറകുകൾ അല്ലാഹു സമ്മാനിച്ചിരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് നൽകപ്പെട്ട 2 ചിറകുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾ വെട്ടിമാറ്റിയ കരങ്ങൾക്ക് പകരമായി അല്ലാഹു നൽകുകയാണ്. അതുമായി അദ്ദേഹം പറന്ന് നടക്കുകയാണ് സ്വർഗ്ഗത്തിൽ. സഅബ എന്ന് ആദരവായ ശഫീആയ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും, നിന്റെ കൈ പോയാലും, നിന്റെ കാല് പോയാലും, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ വെട്ടി ഇഞ്ചിഞ്ചായി നീ നുറുക്കിയാലും, മനുഷ്യ സഹോദര സഹോദരി, ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
ലോകത്ത് പല രീതിയിലുള്ള ആളുകൾ കടന്നു വരും. ഫെമിനിസത്തിന്റെ വാദവുമായി സഹോദരിമാർ കടന്നു വരും. മോശപ്പെട്ട സംസ്കാരങ്ങൾ വാദിപ്പുണരാൻ ഈ ഉമ്മത്തിനെ നിർബന്ധിക്കുന്നതായ ലിബറലിസത്തിന്റെ വക്താക്കൾ കടന്നു വരും. ഈ ദീനിൽ സ്വാതന്ത്ര്യവിധ സ്വാതന്ത്ര്യവുമില്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ്, അവരെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുകയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ കടന്നു വരും. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കല്ലേ, വ്യതിചലിക്കല്ലേ. അല്ലാഹു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ലുകൊണ്ട് ദീനിനെ മുറുകെ പിടിക്കണേ ഹബീബുനാ റസൂലുള്ളാഹി. ഈ ദീനിനെ വിട്ടുപോകാൻ പാടില്ല, മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കണം. ഒരാളും അതിൽ നിന്ന് വ്യതിചലിക്കരുത്. പല രീതിയിലുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകും, സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും. ആളുകൾ ഇങ്ങനെ പറയും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദീൻ പറ്റുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല, വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഖാദിയാനിയിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ ഈ അടുത്തിടെ എന്റെ അടുക്കൽ വന്ന അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചൊല്ലിക്കൊടുത്തു. ഖാദിയാനിയിലായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത്. അഹമ്മദ് ഖാദിയാനിയാണ് അവസാനത്തെ പ്രവാചകർ എന്ന് വാദിക്കുന്നവർ. ഇസ്ലാമിൽ നിന്ന് പുറത്താണല്ലോ എല്ലാ ഇമ്മത്തുകളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വാദിച്ച് നിലകൊള്ളുന്നവർ പെട്ടുപോകാണ്. ചിലരിങ്ങനെ പാരമ്പര്യമായി പെട്ടുപോകുന്നു. ചിലർ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വിജ്ഞാനങ്ങൾ തേടുന്നു, അത് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലല്ലോ ഇൽമു പഠിക്കേണ്ടത്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം നവവി തങ്ങൾ അദ്ദേഹം ശർഹുൽ മുഹദ്ദബിൽ മജ്മൂഇന്റെ ആമുഖത്തിൽ തുടക്കത്തിൽ രേഖപ്പെടുത്തുന്നു, ഇൽമു നീ പിടിക്കേണ്ടത് ആരിൽ നിന്നാണ്? പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്. അവർ കിതാബിൽ നിന്ന് അർത്ഥം വെച്ച് തരും, അത് നീ മനസ്സിലാക്കി പഠിക്കണം. ലാമിൻ ബുത്തൂനിൽ കുതുബ്, കിതാബിന്റെ ഉള്ളറകിൽ കിടക്കുന്നത് നീ നേരിട്ട് വായിച്ചാൽ ഒരുപക്ഷെ അറബി എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വായിച്ചാലും നീ പിഴച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അവനാണ് ഒരു സനദ് മുത്തസിലാകണമെന്ന് പറയുന്നത്. ഉസ്താദുമാരിൽ നേരിട്ട് അറിവ് നമ്മൾ നുകരണം. അവർ പഠിച്ചത് അവർ പറഞ്ഞു തരുന്നത് നല്ലതുപോലെ പഠിക്കണം. സംശയമുള്ളത് അവരോട് ചോദിച്ച് സംശയങ്ങൾ നമ്മൾ തീർക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. മുഅ്മിനിന്റെ അടയാളം 3 നമ്മൾ ചർച്ച ചെയ്തു. 4-മത്തത് ഖുർആൻ പറയുന്നു, അല്ലദീന യുഖീമൂനസ്സലാ, അല്ലദീന യുഖീമൂനസ്സലാ. മുഅ്മിനായ മനുഷ്യൻ നിസ്കാരമുള്ളവനാണ്. നിസ്കാരമുള്ളവനല്ല, നിസ്കാരം നിലനിർത്തുന്നവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. യഥാർത്ഥ മുഅ്മിൻ നിസ്കാരം നിലനിർത്തുന്നവനാണ്. മുഅ്മിനിന്റെ ക്വാളിറ്റികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടെങ്കിലേ മുഅ്മിനാവുകയുള്ളൂ. അങ്ങനെ മുഅ്മിനായാൽ മാത്രമേ അവൻ ഈമാനിന്റെ വക്താവുകയുള്ളൂ, അവൻ വിലായത്തി എത്തിച്ചവനാവുകയുള്ളൂ. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കണം, നമ്മളിൽ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ഇന്ന് നിസ്കാരമില്ലാതെ നടക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. ഞാൻ വിലായത്തിന്റെ മർത്തബയാണ് എത്തിച്ചവനാണെന്ന് പറഞ്ഞ് വാദിക്കുന്നവർ. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വിലായത്തിന്റെ മർത്തബ എത്തിച്ചു എന്ന് വാദിക്കാൻ നിസ്കാരമില്ല. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവസാന കാലഘട്ടം അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നേർക്ക് നേരെ കാണേണ്ടി വരും, ഉറപ്പ് തന്നെയാണ്. ചില ആളുകൾ ചില ദിക്ർ മാത്രം കൊടുക്കും, എന്നിട്ട് ഈ ദിക്ർ അങ്ങ് ചൊല്ലിക്കോ, നിസ്കാരം ഒന്നും വേണ്ട. അങ്ങനത്തെ കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ജിന്നുമ്മമാര് ജിന്നുപ്പമാര് വരെ ഇന്ന് കേരളക്കരയിൽ ധാരാളം കുമിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടം പോലെയുണ്ട്, 1 2 ഒന്നല്ല, എല്ലാ സ്ഥലത്തും നിൽക്കാൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് വ്യാജന്മാരെ നല്ലതുപോലെ തിരിച്ചറിയണം. ഈ ഉമ്മത്ത് സമൂഹം നല്ലതുപോലെ തിരിച്ചറിയണം. സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങളെ പരിപൂർണമായി നമ്മൾ അനുസരിക്കണം. അവരെന്ത് പറയുന്നത് പരിപൂർണമായി നമ്മൾ ശ്രദ്ധ ചെലുത്തി കേൾക്കണം. യഥാർത്ഥ സമുന്നതരായ ആലിമീങ്ങളുടെ കീഴിൽ നമ്മൾ അണിനിരക്കണം. ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ കേട്ട് നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇൽമിനെ ഉയർത്തപ്പെടുന്നത്, അറിവിനെ അല്ലാഹു ഉയർത്തപ്പെടുന്നത്. ഒരിക്കലും അല്ലാഹു ഇൽമിനെ ഒറ്റയടിക്ക് ആകാശത്തേക്ക് ഉയർത്തുകയല്ല. ഇൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ആകാശത്തേക്ക് ഇൽമ ഒന്നായിട്ട് അങ്ങ് ഉയർത്തുക എന്നല്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാഇ, സമുന്നതരാകുന്ന ആലിമീങ്ങളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ മരിപ്പിക്കലിലൂടെയാണ് അല്ലാഹു ഇൽമിനെ ഉയർത്തുക. ഹബീബ് റസൂലുള്ളാഹി. വലിയ വലിയ ആലിമീങ്ങൾ ഇല്ലാതാകും, മരണപ്പെട്ടു പോകും, വഫാത്തായി പോകും. എത്രയെത്ര സമുന്നതരായ ആലിമീങ്ങൾ നമുക്കിടയിൽ നിന്ന് വഫാത്തായി. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഇൽമിനോളം പിന്നീട് ശേഷം വരുന്ന ഒരു ആലിമിനും ഉണ്ടാവൂല. അത് ഉറപ്പ് തന്നെയാണ്, തീർച്ച തന്നെയാണ്. നമ്മൾ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ അറിവോളം മറ്റൊരു വ്യക്തിക്കും സാധ്യമാകുകയുമില്ല. കാരണം അവർ കണ്ടുമുട്ടിയ മശായിഖന്മാരെ പിൽക്കാലത്ത് വന്നുള്ളവർ കണ്ടുമുട്ടാൻ സൗകര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. നേടിയെടുത്ത ഇൽമിനോളം വരൂല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഉയർത്തുന്നത് അതോടുകൂടി ഇൽമിനെ ഉയർത്തപ്പെടുകയാണ്. റസൂലുള്ളാഹി പറയാൻ, എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ അവരുടെ നേതൃത്വമായി കൊണ്ടുവരുന്നത് തീർത്തും വിവരം കെട്ടതാകുന്ന ആളുകളെയാണ്, അറിവില്ലാത്ത ആളുകളെയാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അറിവില്ലാത്ത ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? തങ്ങൾ പറയുകയാണ്, അവരോട് മസലകൾ ചോദിക്കപ്പെടുകയാണ്. അറിവില്ലാത്തത് കൊണ്ട്, വിവരമില്ലാത്ത കാര്യം കൊണ്ട് അവർ ജനങ്ങൾക്ക് ഫത്വ നൽകുമേ. അവരും പിഴക്കുകയാണ്. അവർ ജനങ്ങളെ പിഴപ്പിക്കാൻ കാരണമാകുകയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർക്ക് നേരെ കാണുകയല്ലയോ? മഖാമിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ഓർമ്മപ്പെടുത്തുകയാണ്. കള്ള മശായിഖന്മാരും കള്ള ചിന്നമ്മമാരും ചിന്നപ്പമാരും കൂടിയിരിക്കുന്ന കാലഘട്ടമാണ്. വല്ലാതെ അധികരിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. യഥാർത്ഥമാകുന്ന സമസ്തയുടെ സമുന്നതനാകുന്ന പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത്തഖദന്നാസു റൂസൻ ജുഹാല, കയ്യിൽ മുഴുവനും 50 മോതിരമിട്ടുകൊണ്ട് നടക്കുന്നതായ ഏതെങ്കിലും പച്ച ചാളി ധരിച്ചിട്ടുള്ള വക്താക്കളെ കാണുമ്പോ കൈമുത്തുവാനും അവരാണ് ഏറ്റവും വലിയ വക്താവാണ്, ദീനിന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ പുറകോട്ട് കൂടുകയാണ്. നഊദു ബില്ലാഹ്. ജിന്നമ്മമാരെയും ജിന്നപ്പമാരെയും അത്തരത്തിലുള്ള വ്യാജ സിദ്ധന്മാരെയും തിരിച്ചറിയണേ. ഹബീബുനാ റസൂലുള്ളാഹി ഒരു വിവരവുമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് ജനങ്ങൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. അവരോട് മസല ചോദിച്ച ഉടനെ മറുപടിയും കിട്ടും. അങ്ങനത്തെ ആളുകൾ യഥാർത്ഥ തഖ്വയുള്ള ആലിമീങ്ങളാണെങ്കിൽ അവർക്ക് എങ്കിലും നോക്കിയിട്ട് പറയാമെന്ന് പറയും. ഇവരങ്ങനെയല്ല, വായി തോന്നുന്നതൊക്കെ പറയാൻ, എല്ലാം ഫത്വയാണ്, എല്ലാം ഫത്വ ഉറപ്പണിക്കും. അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താണ്? അവരും പിഴയ്ക്കുന്നു, സമൂഹത്തെ അവരും പിഴപ്പിക്കുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സമൂഹത്തെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ വാചാലതയ്ക്ക് നിങ്ങൾ മുഖവില കൊടുക്കരുതേ, ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം. സമൂഹം വളരെയേറെ ജാഗരൂകരാകണം. നിസ്കാരമില്ലാത്തതായ ആളുകളെ, വ്യാജ സിദ്ധന്മാരെ, ശൈഖന്മാരെ നമ്മൾ പിന്തുടരാൻ പാടില്ല. ഇന്ന് എവിടെയെങ്കിലും ചേർന്നാൽ മതി, ഏതെങ്കിലും ഒരു തരീഖത്തിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് സമൂഹം. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആദ്യം തിരുസുന്നത്തുകൾ, പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും സഹോദരങ്ങളെ. മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ ഇടതുകാല് വെച്ചുകൊണ്ട് ബാത്റൂമിൽ കയറാൻ ശ്രദ്ധിക്കാത്തവർ,
തലമറയ്ക്കാൻ ശ്രദ്ധിക്കാത്തവർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്നുള്ള ദുആ ഓതാൻ ശ്രദ്ധിക്കാത്തവർ, ഇറങ്ങുന്ന സമയത്ത് ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്നുള്ള പ്രാർത്ഥന പരിപൂർണമായി ചൊല്ലുകയും വലതുകാല് വെച്ചുകൊണ്ട് ഇറങ്ങുന്ന വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താത്തവരൊക്കെ ഇന്ന് തരീഖത്ത് എടുത്തുകൊണ്ട് പോവാൻ എന്ന് പറഞ്ഞാൽ വേണ്ട സുന്നത്തുകളൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. എത്രയോ സുന്നത്തുകൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കാനില്ല. എങ്ങനെയെങ്കിലും തരീഖത്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കാൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. പണ്ട് കാലം മുതലേ ഉലമാക്കൾ പറയുന്നതാണ് വ്യാജന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന്. പക്ഷേ നമ്മുടെ സമൂഹം ഇന്നും അതിൽ പെട്ടുപോയാൽ ആർക്ക് കീഴിലും നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകുന്ന കാലഘട്ടം. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്ത് ആത്മീയമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്, മോശപ്പെട്ട തലത്തിലേക്ക് പോയിക്കൊടുകയാണ്. നമ്മൾ ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. നമസ്കാരം നിലനിർത്തുന്നതാകുന്ന സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അതല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, വലി എന്നതിന്റെ നിർവചനം നമ്മൾ അറിയണം. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിനു അൽ മുവാദിബു അല ത്വആത്ത് അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ അഫ്വാർ. യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവുള്ളതാകുന്ന വ്യക്തിക്ക് വലി എന്ന് പറയുള്ളൂ. എന്ത് ചോദിച്ചാലും കറകളഞ്ഞ മസല നല്ല വൃത്തിയായി പറയുന്നതാകുന്ന വക്താവ്. ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജിൽ ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ പോലെ, അവിടുത്തെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സീം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെ പോലെ ഇന്നടത്ത് ഇന്ന പേജിൽ ഇന്ന കിതാബിൽ ഇത്രാമത്തെ വരിയിൽ ഇന്ന മസല കിടപ്പുണ്ട് എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് നമുക്ക് വലിയ രക്ഷ. എന്റെ വല്യപ്പ ബഹുമാനപ്പെട്ട തൽവാ ഉസ്താദ് അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മസലകൾ പരസ്പരം ധാരാളം സംസാരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുമായി. അങ്ങനെ ചോദിക്കുമ്പോ ചിലപ്പോൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോ പറയും, തഴവേ അത് ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ കിടപ്പുണ്ട് എന്ന് വരെ എടുത്തു പറയും ബഹുമാനപ്പെട്ടവർ എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്. അള്ളാഹു ഇരുവരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ. ഓർക്കണം, നിങ്ങൾ ഇന്ന കിതാബിൽ എന്ന് പറഞ്ഞതല്ല. ഇപ്പൊ കുളിയുടെ ഒരാൾ മസല വെച്ചോ പറയാം അത് ഫത്തുൽ മീനുണ്ട്, ഇപ്പൊ അതിനകത്തില്ലാതെ ഉറപ്പല്ലേ കർമ്മശാസ്ത്രജ്ഞർ അങ്ങനെ പറഞ്ഞ ഒഴിയല്ല. ഇന്ന കിതാബിൽ ഈ വിഷയം ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ ഇന്നെടുത്ത് കിടപ്പുണ്ട് എന്നെടുത്തു പറയും. അല്ലാഹ് അത് ഇന്നതാണ് മസല എന്നതിന്റെ തഹഖീഖായ മസലകൾ തന്നെ പറയും. അങ്ങനെയുള്ള മഹാന്മാർ അവരാണ് വലിയ അൽ ആരിഫു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് യഥാർത്ഥമായി അറിഞ്ഞിട്ടുള്ളതാകുന്ന മഹത്തുക്കൾ. മനസ്സിലാക്കണം. നമ്മൾ 33 വർഷം വിശുദ്ധമായ ദീൻ പഠിച്ചവരല്ലേ മഹാനായ ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 33 വർഷം ബഹറൽ ഉലൂമി മിൻ കുല്ലി ഫാനി സർതു ഫിൽ അശ്രി ഔഹാദൽ ഉലമാഇ. കാലഘട്ടത്തിലെ ഒറ്റമൊത്തായിട്ട് ഞാൻ നിലകൊണ്ടു, എല്ലാ ഫന്നുകളും ഞാൻ പഠിച്ചെടുത്തു എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ്. 33 വർഷം അല്ലാഹ് ഇൽമു പഠിക്കുക. അവരൊക്കെയാണ് ഇൽമിന്റെ വഴിത്താരയിലൂടെ ജീവിച്ചവർ. 40 വർഷം ദറസ് നടത്തി 30 വർഷത്തോളം 33 വർഷത്തോളം ദീൻ പരിപൂർണമായി പഠിച്ചെടുക്കാൻ വേണ്ടി നിലകൊണ്ടു. 33 കൊല്ലം ഇൽമു പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചു. അല്ലാഹ് ഇപ്പൊ എത്രത്തോളം വലിയ ഇൽമാണ് അവർ പഠിച്ചത്. എന്നാലും ഇൽമു പഠിച്ചാൽ തീരുവോ? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നാലും തീരുന്നില്ല. അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങളെ തങ്ങൾ ചോദിക്കണം, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് ഇൽമിനെ നീ അധികരിപ്പിച്ചതാ എന്ന് ചോദിക്കണം. ആരോട് പറഞ്ഞു? പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. നമ്മളടക്കം അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. എന്തുകൊണ്ട്? ലോകത്തെ പിഴപ്പിക്കുന്ന ആളുകൾ അധികരിച്ചു വരുന്ന കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. മുമ്പ് പിഴച്ചു പോകുന്ന ഒന്നില്ലെങ്കിൽ ഒരു ബിദ്അത്തിന്റെ വക്താവാകുമെന്നുള്ള ചിന്തയിലായിരുന്നു. ഇന്ന് മതം പോലുമില്ലാത്ത, അല്ലാഹുമില്ല അവന്റെ റസൂലുമില്ല എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്ന അവസ്ഥാവിശേഷമാണ്. അവിടെയാണ് പേടിക്കേണ്ടത്, കൂടുതൽ ഭയക്കേണ്ടത്.
നമ്മുടെ ആഖിബത്തിന് നമ്മൾ തന്നെ ഭയക്കണം. അതുകൊണ്ടാണ് 5 വഖത്ത് നിസ്കാരത്തിൽ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതാണ് ആകെയുള്ള ദുആ ഫാത്തിഹയിലെ. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീർ അൻവാറുൽ തൻസീൽ വ അസ്റാർ തഅ്വീൽ എന്ന തഫ്സീർ ബൈലാവിയുടെ നാമം അതാണ്. അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ 13 പേരുകൾ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്നുണ്ട് ഫാത്തിഹ സൂറത്തിന്. അതിനൊരു പേര് ബഹുമാനപ്പെട്ടവർ ഇട്ടത് സൂറത്തു ദുആഇ എന്നാണ്. ഫാത്തിഹയുടെ ഒരു നാമം, അതിന്റെ ഒരു പേര് തന്നെ എന്താണ്? പ്രാർത്ഥനയുടെ സൂക്തം. എന്താണ് പ്രാർത്ഥന? ആകെയുള്ള ഫാത്തിഹയിലെ പ്രാർത്ഥന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കഴിഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാഹ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അതാണ് ദുആ. ഹിദായത്ത് ചോദിക്കാൻ. കാരണം ഇത് നിസ്സാര കാര്യമല്ല എന്നർത്ഥം. അതിനെ ഞാൻ പറഞ്ഞത് 5 നേരം നിസ്കരിക്കണം. ഇത് നിസ്കരിക്കാത്തവൻ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും, ഉറപ്പാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. 5 വഖത്ത് നിസ്കരിക്കുന്നവനേ ഉള്ളൂ 17 റക്അത്തുകളിലൂടെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ അല്ലാഹ്, എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാഹ്. സുബഹിക്ക് അവൻ ഖുനൂത്തിലൂടെ ചോദിക്കുകയാണ് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണേ അല്ലാഹ്, എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഇതൊരു സാധാരണ വിഷയമല്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം അവന് ചോദിക്കൽ നിർബന്ധമായ ഒരൊറ്റ ദുആയേ ഉള്ളൂ. ബാക്കി ഖുർആനിലുള്ള സർവ്വ ദുആകളും സുന്നത്താണ്. 5 നേരം 17 പ്രാവശ്യം ഒരു മുഅ്മിൻ ദിനേന ചോദിക്കൽ നിർബന്ധമായ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഹിദായത്താണ്, ഹിദായത്താണ് വിശുദ്ധമായ ഖുർആൻ. ഈ ഹിദായത്തില്ലെങ്കിൽ എല്ലാം പോയി. 5 നേരം ചോദിക്കൽ ഇത് തന്നെയാണ്, നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത് ഷാഫി മദ്ഹബിൽ ഇമാമ് ഓതണം, മഅ്മൂമ് ഓതണം. അല്ലാഹ് അല്ലേ, ഓതണ്ടേ? തറാവി നിസ്കരിക്കുകയാണെങ്കിൽ പോലും ആരോ ഓതണം? ഇമാമ് ഓതണം, മഅ്മൂമ് ഓതണം, ഫാത്തിഹ ഓതണം. എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 നിസ്കാരത്തിലും ഫർളിൽ ചോദിക്കുന്നുണ്ട്, സുന്നത്തിലും ചോദിക്കുന്നുണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കാരണം ഇത് നിസ്സാര വിഷയമല്ല, തെന്നിച്ചു കളയാം. അതുകൊണ്ടല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ സമയം റമദാൻ. ആ റമദാനിന്റെ അവസാനത്തേതാകുന്ന 15 ദിവസങ്ങളിൽ വിത്ർ നിസ്കരിച്ചിട്ട് ലാസ്റ്റ് റക്അത്തിൽ നീ ചോദിക്കുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനാ അല്ലാഹുമ്മ ഇഹ്ദിനാ ഫീമൻ ഹദൈ. ചോദിക്കലില്ലേ? ഖുനൂത്ത് ഓതലില്ലേ? ഓതലുണ്ട്. ഇത് നിസ്സാര വിഷയമല്ല, പോയാ പോയി. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ വഴിപിഴപ്പിക്കല്ല അല്ലാഹ്, വഴിപിഴപ്പിക്കല്ല അല്ലാഹ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവൻ നിസ്കാരം വേണം. നിസ്കാരം ഉണ്ടെങ്കിലേ അവൻ ഹിദായത്ത് രൂഢമൂലമാകുകയുള്ളൂ. അതാണ് പറഞ്ഞതിന്റെ സാരാംശം. നിസ്കാരം നിലനിർത്തുന്നവനെ ആരാകുകയുള്ളൂ? യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. മുഅ്മിനായാലേ അവൻ ആരാകുകയുള്ളൂ? യഥാർത്ഥമാകുന്ന വിനായത്തിന്റെ മർത്തബയിലേക്ക് എത്തുകയുള്ളൂ. മനസ്സിലാക്കണം. നമ്മളൊക്കെ മുഅ്മിൻ എന്ന് പറയും. മുഅ്മിനിന്റെ ക്വാളിറ്റി ഇതൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കണം നമ്മൾ. റമദാൻ കഴിഞ്ഞിട്ട് പിന്നീട് പള്ളി കയറാത്ത ആളുകളായി നമ്മളിൽ പലരും മാറിയിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നീട് പള്ളിയില്ല, ജുമുഅയ്ക്കില്ല, ജമാഅത്ത് പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ. റമദാനിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നവരെ തന്നെ അവന്റെ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടായി, ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടിയവനായി എന്നുള്ളതിന്റെ അടയാളം പിൽക്കാലത്തുള്ളവന്റെ ജീവിതം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മഹാന്മാര് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടി, അല്ലെങ്കിൽ റമദാൻ കണ്ടുമുട്ടി, റമദാൻ കൊണ്ട് വിജയിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ്? റമദാനിന് ശേഷമുള്ളവന്റെ ജീവിതം കണ്ടിട്ട്. റമദാൻ കഴിഞ്ഞിട്ട് കാട്ടറായി അടിച്ച് നടക്കുകയാണ്, പള്ളി കയറുന്നില്ല, നിസ്കാരമില്ല, പോയില്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. തീർന്നില്ല. വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ,
നാം അവർക്ക് നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. അഞ്ചാമത്തെ ക്വാളിറ്റി ഖുർആൻ പറയുകയാണ്, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതാകുന്ന സമ്പാദ്യത്തിൽ നിന്ന് അവർ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ആലിമീങ്ങൾക്ക് വേണ്ടി, മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നവരാണ്. പാവങ്ങളുടെ കണ്ണീരപ്പാൻ ചെലവഴിക്കുന്നവരാണ്. നിരാലംബർക്ക് അവലംബമാകാൻ ചെലവഴിക്കുന്നവരാണ്. നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാൻ ചെലവഴിക്കുന്നവരാണ്. നാമാണ് അവർക്ക് നൽകിയതെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്മേൽ നിലകൊള്ളുന്നവരാണ്. ആ സമ്പത്തിൽ അർഹതമാകുന്ന സമ്പാദ്യം പാവങ്ങളുടെ കണ്ണീരപ്പാൻ ചെലവഴിക്കുന്നവരാണ്. സക്കാത്ത് കൊടുക്കും, സദഖ കൊടുക്കും, എല്ലാ നിലയിലും ദാനധർമ്മശീലം നടത്തുന്നവരാണ്. 5 കാര്യങ്ങൾ പറഞ്ഞു. ഇവനാണ് എന്ത് മുഅ്മിൻ. ഇവനാണ് മുഅ്മിൻ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ അവൻ ആരാകുകയുള്ളൂ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ യഥാർത്ഥ സച്ചരിതരാകുന്ന അടിമകളാകുന്ന വിലായത്തിന്റെ മർത്തബയെ എത്തിച്ചതാകുന്ന മഹാന്മാര് അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ പറഞ്ഞ 5 ക്വാളിറ്റികൾ ഉള്ളവർ. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം വിറങ്ങലിക്കുന്നവർ. ഖുർആനിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ അത് കേട്ടുകഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുന്നവർ. റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവർ. എന്ത് വിഷയവും അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നവർ. സാമ്പത്തികമായ പരാധീനതകൾ വന്നു, ശാരീരികമായ നാശനഷ്ടങ്ങൾ വന്നു, ഒക്കെ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നവർ. നമസ്കാരം നിലനിർത്തുന്നവർ. നിസ്കരിക്കാനല്ല, നമസ്കാരം നിലനിർത്തുന്നവർ. അവനാണ് മുഅ്മിൻ. അവനെ മുഅ്മിന് പറയാൻ പറ്റുള്ളൂ. തീർന്നില്ല. നാം നൽകിയുന്ന സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ അവർ മുഅ്മിനാൻ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു അവനാണ് മുഅ്മിൻ. വെറുതെ പറയല്ല. അടുത്ത ആയത്ത്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ഈ പറയുന്ന 5 ക്വാളിറ്റികളുള്ളതായ ആളുകൾ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് അറിയണേ. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവരല്ലാത്തതാകുന്ന ആളുകൾ ഒരാൾ പോലും യഥാർത്ഥ മുഅ്മിനല്ല. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സമുന്നതമാകുന്ന പദവികൾ നൽകുകയാണ്. വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകുന്നതാണ്. ഉന്നതമായ കൂലി അല്ലാഹു നൽകുന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ 5 ക്വാളിറ്റികൾ മേളിച്ചവർക്കാണ് മുഅ്മിൻ എന്ന് പറയുക. അങ്ങനെ യഥാർത്ഥ മുഅ്മിനീങ്ങളായെങ്കിലേ ഔലിയാക്കളിൽ പെടുകയുള്ളൂ, അതിന്റെ ഒരു ഭാഗമാകുകയുള്ളൂ.